ചേച്ചി ഞങ്ങളിന്ന് ശരിക്കും പേടിപ്പിച്ചായിരുന്നു കേട്ടോ. സോറി ജോസൂട്ടി, ഞാൻ ഇവളെ നോക്കി പോയതല്ലേ. ഓ ആ സാറിലും അല്ല, ചേച്ചി എന്തിനാ ഈ ചട്ടി വാങ്ങിച്ചത്? കഷ്ടകാലത്തിന് ഞാനൊരു കടയിൽ ചെന്ന് കയറി. അവൻ എന്തൊക്കെയോ പറഞ്ഞു, ഞാനും എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരു മീൻചട്ടി അവിടെ ഇരിക്കുന്നു. അത് പേടിച്ചോണ്ട് ഞാനും പോകുന്നു. അല്ല, എന്തിനാ നീ വല്ലതും വാങ്ങിച്ചായിരുന്നു? ഇത് ചോദിക്കേണ്ട കാര്യമില്ല. അയച്ചോ കേട്ടോ, കണ്ടായിരുന്നു ചേച്ചിയുടെ പേരും പറഞ്ഞിട്ട് പെണ്ണുങ്ങളുടെ കിടന്നൊരു പരാക്രമവും ബഹളവും എന്തായിരുന്നു. പോടാ, നീ അവിടെ ചെന്നല്ലോ കോപ്പ കാണിച്ചത്. അയ്യോ, ഇല്ലല്ലോ, രണ്ടുപേർക്കും വയസ്സായെന്ന് ഒരു വിചാരമില്ല. വയസ്സിന്റെ മറ്റവന് നീ ഉറങ്ങിയില്ലേ? മമ്മി, വെള്ളം തീർന്നു. ഞാൻ മോട്ടർ ഓൺ ചെയ്യാം. കുളിക്കുന്നു എന്ന് വിചാരിച്ചോ ഒന്നായിട്ട് എന്തെങ്കിലും സംഭവിക്കും. ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ലല്ലേ, വരവും കഴിഞ്ഞ് പോക്കും കഴിഞ്ഞു. ഓ ആ ചേച്ചിയുടെ ചട്ടി. എന്റെ ചട്ടി പൊട്ടിക്കല്ലേ, നാട്ടിൽ പോലും ഇത്ര നല്ല ചട്ടി കിട്ടത്തില്ല. സൈഡിലോ സ്ഥലമുണ്ടോ മോളെ? ഞാനത് ഹാഫ് ഡേ ആണേ, ഇവരൊന്നും കൊണ്ടാക്കിയിട്ട് പോയാൽ മതി. മക്കൾ ഇത്ര പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞോ? തീർച്ചയായിട്ടും വരണേ, ഞങ്ങൾ നോക്കിയിരിക്കും. മോള് പഠിച്ച് നല്ല മിടുക്കിയാണ് കേട്ടോ. അത് വെച്ചില്ല, അതൊക്കെ എന്തിനായിട്ടാ? കുഴപ്പമില്ല. ഇനി ഞാൻ വരുമ്പോ നീ ഒരു നല്ല മലയാളം പാട്ട് കേൾപ്പിച്ചു തരണം. താങ്ക്സ് പറയാൻ പറ. സമയായില്ലേ? ബൈ മോനെ, ബൈ മോളെ. കയറ് ചെയ്തില്ല മോനെ എടാ ജോസഫേ, എടാ അജേഷിന്റെ കാര്യം ഇവനെ നീ നോക്കിക്കോ. ആ കത്തി കൈ മുറിയാതെ മാറ്റി വെച്ചു. ആദ്യമായിട്ടാണ് അവൻ വീട് വിട്ട് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയി. ഏട്ടനെന്തീ പറയണേ, ഇവൻ നമ്മുടെ സ്വന്തം മോനെപ്പൂരല്ലേ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ ജസ്റ്റിനും സിമിക്കൊക്കെ ഒരു കൂട്ടമല്ലേ.